പ്രിയപ്പെട്ട കുട്ടികളെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ മോഡ്യൂൾ 3-ലെ ലാസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്. എന്താണ് ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്? ബിഫോർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്, നൗ ലെറ്റ് us see the definition of attitude. A mental state that predisposes a learner to choose to behave in a certain way, according to റോബർട്ട് ഗ്യാനെ. 1965 റോബർട്ട് ഗ്യാനെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്സിൽ ദ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ബുക്സിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എ മെൻ്റൽ സ്റ്റേറ്റ് ദാറ്റ് ഡിസ്പോസസ് എ ലേണർ ടു ചൂസ് ടു ബിഹേവ് ഇൻ എ സെർട്ടൈൻ വേ. അതായത് ഒരു പ്രത്യേക തരത്തിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പെരുമാറാൻ വേണ്ടിയിട്ട് ഇങ്ങേരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ കണ്ടീഷനാണ് ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്? ദി ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് ഈസ് എ ട്രെയിനിങ് ടു ഇൻഫ്ലുവൻസ് എ പേഴ്സൺ ടു മേക്ക് എ ഡിസിഷൻ ഇൻ ദ ഡിസയേർഡ് ഡയറക്ഷൻ. ഇറ്റ് മേ ഇൻവോൾവ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ് ആസ് വെൽ ആസ് associated feelings, values, motivations and beliefs. Attitudinal goals therefore are those that ask a learner to choose to do something under certain circumstances. So attitudinal training എന്ന് പറയുന്നത് a training to influence എ പേഴ്സൺ ടു മേക്ക് എ ഡിസിഷൻ ഇൻ ദ ഡിസൈഡ് ഡയറക്ഷൻ. കൃത്യമായ രീതിയിൽ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ മെൻ്റൽ കണ്ടീഷനെ ഒന്ന് മോഡുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ്. അയാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക, ആസ് വെൽ ആസ് അസോസിയേറ്റ് ഫീലിങ്സ് ഉണ്ടാവും, വാല്യൂസ് ഉണ്ടാവും, മോട്ടിവേഷൻസ് ഉണ്ടാവും ആൻഡ് ബിലീഫ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ഈ പറഞ്ഞൊരു ദ സം ടോട്ടൽ ആൻഡ് ദ വൺ ഹൂ ഈസ് ട്രൈയിങ് ടു ഇൻഫ്ലുവൻസ് ദീസ് കൈൻഡ്സ് ഓഫ് values, especially at feelings, values, motivations and beliefs. Then such a kind of training we can say that attitudinal training. What actually happening in the case of attitudinal training, the trainer is giving or trainer is trying to influence the trainee to make a decision in the desired manner. And attitudinal goals therefore are those that ask a learner to choose to do something under certain circumstances. അപ്പോൾ അതിൻ്റെ ഒരു ഗോൾ എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക കണ്ടീഷനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നതിനൊക്കെ കുറിച്ച് നമ്മുടെ ട്രെയിനിക്ക് ഒരു ആ ട്രെയിനിക്ക് ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസോ നടത്തുക എന്നുള്ളതാണ് ഈ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Now another types we can say that training for management. This is another type of training. Then what is training for management? Management training is training activity that focuses on improving an individual's skill as a leader and a manager. So here the core point is that in order to improve the skill and the ability of the managerial person, we are concentrating to improve individual skill as a leader and a manager. So there may be an emphasis on soft skills such as communication and empathy. So concentration is given to soft skill like communication and empathy, and it enables better teamwork and more progressive relationship with the people they manage. അപ്പം മാനേജർമാർക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കി എടുക്കുക അല്ലെങ്കിൽ ആ ഒരു ടീമിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിൽ നമ്മുടെ മാനേജേഴ്സിന് കൊടുക്കുന്നത്. സോ ട്രെയിനിങ് ഗിവൺ ടു മാനേജേഴ്സ് ഫോർ ഫോക്കസിങ് ഓർ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ സ്കിൽ ആസ് എ ലീഡർ ആൻഡ് എ മാനേജർ, ആൻഡ് ഇറ്റ് എനേബിൾസ് ദ ടീം വർക്ക് ആൻഡ് മോർ പ്രോഗ്രസീവ് റിലേഷൻസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ
പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ് സ്കില്ലൊക്കെ ഇതിൽ ഈ പറഞ്ഞ ട്രെയിനിങ് ഫോർ മാനേജ്മെൻറ്റിൽ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീമിനെ നയിക്കേണ്ട രീതി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ടീം വർക്ക് എങ്ങനെയായിരിക്കണം, ആ ടീമിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് ഏത് തരത്തിലായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിൽ ട്രെയിനീസിന് ട്രെയിനിങ് കൊടുക്കുന്നത്. സോ സിംപ്ലി മാനേജ്മെൻറ്റ് ട്രെയിനിങ് എയിംസ് ടു give training for managers in order to improve their skill as a leader and a manager, and only they can make a better decision. Then another important type we can say, the training for productivity. Training for productivity. So now let us see the introductory part of introduction to training for productivity. Training lays a foundation for the highest level of productivity on a daily basis. So to increase employees' productivity, one way is to train them for their respective jobs. So organization should motivate their employees to take an active part in the training program held by them. So here, in order to increase the productivity on the part of the employees, they are giving training on a daily basis. So increase product, and that is why we can improve the productivity on the part of employees. So to increase employees productivity, one way is to train them for their respective jobs. So here they are giving training into their respective job in order to increase the productivity. So what is training for productivity? Training for productivity is a program designed to impart knowledge, skill, techniques, methods about the job to do effectively and efficiently. So here the trainee will give knowledge, skill, technique, methods, etc. to do a job effectively and efficiently. അതായത് അയാൾ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ, അല്ലെങ്കിൽ ആ യൂണിറ്റിൽ, അല്ലെങ്കിൽ ആ ഒരു സീറ്റിൽ ഏത് തരത്തിലാണ് അയാൾ ഏറ്റവും നല്ല രീതിയിൽ അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊരു ട്രെയിനിങ് കൊടുക്കുക. അപ്പം ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജോബിൻ്റെ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിൻ്റെ സ്കില്ല് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ ടെക്നിക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ മെത്തേഡ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമ്മുടെ ജോബ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ട്രെയിനിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ് ഫോർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി is an assessment of the effectiveness and productivity of a worker or a group of workers. So ഈ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആൻ അസസ്മെന്റ് ഓഫ് ദി ഇഫക്റ്റീവ്നെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് എ വർക്കർ ഓർ എ ഒരു ഗ്രൂപ്പിലുള്ള വർക്കേഴ്സ് എത്രത്തോളം പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വർക്കർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളതാണ് ഈ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോളജ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് സ്കില്ല് പ്രൊവൈഡ് ചെയ്യുക, ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള ട്രെയിനിങ് ആണ് ഈ പറഞ്ഞ ട്രെയിനിങ് ഫോർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് വാല്യൂഡ് അക്കോർഡിംഗ് ടു ആൻ എംപ്ലോയീസ് ഔട്ട്പുട്ട് ഇൻ എ സ്പെസിഫിക് സ്പാൻ ഓഫ് ടൈം. അപ്പോൾ ഇവിടെ പ്രൊഡക്ടിവിറ്റീൻ്റെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും അത് വാല്യൂ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു എംപ്ലോയീസ് ഇൻ എ സ്പെസിഫിക് സ്പാൻ ഓഫ് ടൈം ആഫ്റ്റർ ദി ട്രെയിനിങ്, വെദർ ദി ജോബ് ഹോൾഡർ get the desired level of efficiency or effectiveness that we have to analyze on the basis of the output in a specific span of time. ഇതാണ് ട്രെയിനിങ് ഫോർ പ്രൊഡക്ടിവിറ്റിയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഫാക്ടറി വർക്കേഴ്സിനൊക്കെയാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പക്ഷെ ന്യൂലി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ വളരെ കുറച്ച് കാലം മാത്രം എന്താ പറയുക ജോലിയിൽ പ്രവേശിച്ച ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള നോളജ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ എഫക്ട്സ് ഓഫ് ട്രെയിനിങ് ഓൺ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ആ പ്രൊഡക്ടിവിറ്റി ട്രെയിനിങ് നമ്മുടെ എംപ്ലോയീസിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള എഫക്റ്റ്, എംപ്ലോയീസ് ഗെറ്റ് ന്യൂ സ്കിൽസ്. എംപ്ലോയിക്ക് പുതിയ സ്കില്ല് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന രീതിയിലല്ല, കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. ദെൻ എംപ്ലോയീസ് ഗെറ്റ് മോർ കോൺഫിഡൻറ്റ് ബിക്കോസ് they got a very good idea about how to do the job.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ന്യൂ എംപ്ലോയീസ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. പുതിയതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ ജോബിലേക്ക് ചേർന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പരിശീലന രീതികൾ അല്ലെങ്കിൽ പരിശീലനങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ അവരെ വളരെയധികം സ്റ്റിമുലേറ്റ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുള്ളതാണ്. സോ ഹെൽപ്സ് ഇൻ റിവ്യൂയിങ് ഓൾഡ് സ്കില്ല് റിവൈവ് ചെയ്യാനും, അല്ലെങ്കിൽ ആ രീതിയല്ല ഉപയോഗിക്കേണ്ടത്. ബിക്കോസ് നമുക്കിപ്പോൾ തന്നെ അറിയാം, നമ്മുടെ ടെക്നോളജിയും അതേപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷനും ഓർഗനൈസേഷണൽ എൻവയോൺമെൻ്റ് എല്ലാം തന്നെ ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പഴയ സ്കില്ലാണോ പുതിയ ഏത് സ്കില്ലാണോ വേണ്ടത്, അപ്പം അങ്ങനെയുള്ള കമ്പാരിസൺ ഒക്കെ നടത്താനായിട്ട് പറ്റുമെന്നുള്ള. ദെൻ ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂട്ടാനും ഈ പറഞ്ഞ ട്രെയിനിങ് ഓൺ പ്രൊഡക്ടിവിറ്റി സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഹെൽപ്സ് ഇൻ റിഡ്യൂസിങ് എംപ്ലോയീസ് ടേൺ ഓവർ കോസ്റ്റ്. സോ നമ്മുടെ ഓർഗനൈസേഷനൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റി ട്രെയിനിങ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ടേൺ ഓവർ ഒരു പരിധി വരെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. Now, another types of training for creativity. So, meaning training for creativity. Creativity training can be defined as an instruction to develop an individual's capability to generate novel and potential useful solution to problems. സോ നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവ് എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പരിശീലന രീതികളൊക്കെ നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിശീലനത്തിനെയാണ് നമ്മൾ ട്രെയിനിങ് ഫോർ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്ട്രക്ഷൻ ടു ഡെവലപ്പ് ആൻ ഇൻഡിവിജ്വൽസ് കേപ്പബിലിറ്റി ടു ജനറേറ്റ് നോവൽ ആൻഡ് പൊട്ടൻഷ്യൽ യൂസ്ഫുൾ സൊല്യൂഷൻ ടു എ പ്രോബ്ലം. അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ക്രിയേറ്റീവായിട്ട് എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലന രീതികളും അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിമുലിയൊക്കെ നൽകുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ട്രെയിനിങ് ഫോർ ക്രിയേറ്റിവിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ഇൻസ്ട്രക്ഷൻ ക്യാൻ കം ഇൻ വേരിയസ് ഫോംസ്, but the underlying aim of creativity training is to help participants generate more original ideas to deal with challenges they are facing. അപ്പോൾ ഇവിടെ ഈ ക്രിയേറ്റിവിറ്റി ട്രെയിനിങ്ങിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ടിസിപ്പൻസിന് ഒറിജിനൽ ഐഡിയാസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒറിജിനൽ ഐഡിയാസ് ടു ജനറേറ്റ് മോർ ഒറിജിനൽ ഐഡിയാസ് ടു ഡീൽ വിത്ത് ചലഞ്ചസ് ദേ ആർ ഫേസിങ്. ആ ചലഞ്ച് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ആ ചലഞ്ചിനെ എങ്ങനെയാണ് അവർക്ക് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ക്രിയേറ്റിവിറ്റി ഫോക്കസസ് ഓൺ ദി ജനറേഷൻ ഓഫ് ന്യൂ ആൻഡ് യൂസ്ഫുൾ ഐഡിയാസ്. സോ ഹിയർ creativity training aims to focus on generation of new and useful ideas. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലത്തെ വളരെ ക്രിയേറ്റീവായിട്ട്, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന രീതിയാണ് ഈ പറഞ്ഞ ട്രെയിനിങ് ഫോർ ക്രിയേറ്റിവിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Now let us see another types of training, leadership training. Leadership training is aimed at giving leaders new skills, helping them to change their behaviors to go from being a top individual contributor to a leader of people. അപ്പോൾ ഒരു ലീഡർക്ക് നൽകുന്ന, അതായത് ഗിവിംഗ് എ ന്യൂ സ്കിൽ ഹെൽപ്പിംഗ് ദം ടു ചേഞ്ച് ദെയർ ബിഹേവിയേഴ്സ് ടു ഗോ ഫ്രം ബീങ് എ ടോപ്പ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ടു എ ലീഡർ ഓഫ് എ പീപ്പിൾ. ഒരു ലീഡർ എന്ന നിലയിൽ, അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികളുടെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ലീഡർഷിപ്പ് ട്രെയിനിങ് എന്നുകൊണ്ടൊക്കെ പറയുന്നത്. ആസ് എ ലീഡർ ദ സക്സസ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ സക്സസ് ഓഫ് ദ പീപ്പിൾ യു ആർ ലീഡിങ്. നമ്മൾ ആരെയാണോ നയിക്കുന്നത് അവരുടെ വിജയം എങ്ങനെയാണ്, അതാണ് ഒരു ലീഡറുടെയൊക്കെ വിജയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലീഡറുടെ കൂട്ടാളികളുടെ ജയം, അല്ലെങ്കിൽ കൂട്ടാളികളുടെ പെർഫോമൻസ് ആയിരിക്കും ആ ലീഡറെ നമ്മൾ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. സോ ത്രൂ ലീഡർഷിപ്പ് ട്രെയിനിങ് ഓൾ ലെവൽസ് ഓഫ് മാനേജേഴ്സ് ഹാവ് ടു ഇംപ്രൂവ് ദെയർ കേപ്പബിലിറ്റീസ്, സ്കിൽസ്, inspire their teams and achieve outstanding business result. സോ ഇവിടെ ടീം സ്പിരിറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ആ ലീഡ് ചെയ്യുന്ന
ലീഡർക്ക് എന്താ പറയുക കേപ്പബിലിറ്റി, അവരുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ആൻഡ് ഇൻസ്പയർ ദർ ടീമിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതൊക്കെയാണ് ഈ പറഞ്ഞ ലീഡർഷിപ്പ് ട്രെയിനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then key benefits of leadership training. It helps to formulate and implement effective leadership strategies. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇഫക്റ്റീവ് ലീഡർഷിപ്പ് സ്ട്രാറ്റജീസ്. ലീഡർഷിപ്പ് സ്ട്രാറ്റജിയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് അനദർ കീ ബെനിഫിറ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ദ കേപ്പബിലിറ്റീസ് നീഡഡ് ടു ഇൻക്രീസ് ടീംസ് വർക്ക് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ ലീഡർഷിപ്പ് ട്രെയിനിങ് സഹായിക്കും എന്നുള്ളതാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ആണ്. ആൻഡ് അനദർ, ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഡിക്രീസ് എംപ്ലോയി ടേൺ ഓവർ ആൻഡ് ക്രിയേറ്റിംഗ് എ സ്ട്രോങ് ആൻഡ് യൂണിറ്റഡ് ടീം. സോ ഒരു ടീം, ഒരു എംപ്ലോയി ടേൺ ഓവർ കുറയ്ക്കാനും ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ ലീഡർഷിപ്പ് ട്രെയിനിങ് സഹായിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഐഡന്റിഫൈ ആൻഡ് ഇംപ്രൂവ് ദ ലീഡർഷിപ്പ് സ്റ്റൈൽസ്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഒരു ലീഡർ അപ്ലൈ ചെയ്യുന്നതെന്നും അതെങ്ങനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ആണ്. Then it helps to develop the communication skills, mastering the art of negotiation and conflict management. സോ സാധാരണഗതിയിൽ ഒരു ടീമിൽ ഉണ്ടാകുമ്പം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധി വരെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ബിക്കം മോർ കോൺഫിഡൻറ്റ് ആസ് എ ലീഡർ and find new ways of influencing the teams you lead. So it helps to become more confident. അപ്പോൾ ലീഡർ വളരെയധികം കോൺഫിഡൻ്റ് ആയി മാറും എന്നുള്ളതാണ്. ആൻഡ് ഫൈൻഡ് ന്യൂ വേസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ടീംസ് യു ലീഡ്. ഒരു ലീഡർ ലീഡ് ചെയ്യുന്ന ടീംസിനെ പലതരത്തിൽ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നമ്മുടെ ലീഡർക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. അത് എന്താ പറയുക, ടീം സ്പിരിറ്റ് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ എന്താ പറയുക ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സഹായിക്കും എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ലേൺ ഹൗ ടു കണക്ട് ടു ദ പീപ്പിൾ എഫക്റ്റീവ്ലി ആൻഡ് സീക്ക് ദി ഫീഡ്ബാക്ക് ഓഫ് ദ ടീം ഫോർ ബെറ്റർമെൻറ്റ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ടീമിലുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കണക്റ്റഡ് ആവുന്നതെന്നും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് ഇൻസൈഡ് ദ ഗ്രൂപ്പ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീഡ്ബാക്ക് മേടിക്കാനും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഭാവിയിൽ ഉണ്ടാക്കാനൊക്കെ സഹായിക്കും എന്നുള്ളതാണ് ഈ ലീഡർഷിപ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത്. ദെൻ ഫൈനലി ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ്. So now let us see the meaning of training of trainers. Training of trainers is a high-level professional learning process for qualified trainers who will be providing training and capacity building assistance for new trainers. അപ്പോൾ ഈ TOT അല്ലെങ്കിൽ ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ പ്രൊഫഷണൽ ലേണിംഗ് പ്രോസസ്സാണ് ഫോർ ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് who will be providing training and capacity building assistance for new trainers. പുതിയ ട്രെയിനേഴ്സിന് ഇത്രയും കാലം നമ്മൾ എന്താ പറയുക പരിശീലകൻ ആവാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുന്നത് സാധാരണ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്കും അതേപോലെ ഒരു ഹൈലി പ്രൊഫഷണൽ ലേണിംഗ് പ്രോസസ്സാണ്. ബിക്കോസ് after the completion of training of trainers, the new trainers will come forward. അപ്പോൾ പുതിയ ട്രെയിനേഴ്സൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ട്രെയിൻ ചെയ്യാൻ ഒരു ട്രെയിനീസിനെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഈ പറഞ്ഞ ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ആഫ്റ്റർ പ്രൊവൈഡിങ് ദിസ് കൈൻഡ് ഓഫ് ട്രെയിനിങ് കപ്പാസിറ്റി ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് അസിസ്റ്റൻസ് ഫോർ പുതിയ ട്രെയിനേഴ്സിനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് എന്നുള്ളതാണ്. ഒന്നുമില്ല, ട്രെയിനിങ് ഫോർ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഈസ് ഗിവൺ ടു ദ ട്രെയിനേഴ്സ് ഫോർ ട്രെയിനിങ് ന്യൂ ട്രെയിനേഴ്സ്. സോ വൈ ട്രെയിനേഴ്സ് റിക്വയർഡ് ട്രെയിനിങ്? എന്തിനാണ് ഈ ട്രെയിനേഴ്സിന് പിന്നെയും ട്രെയിനിങ് കൊടുക്കുന്നത്? ടു എൻഹാൻസ് ടീം ബിൽഡിംഗ് ആൻഡ് ലീഡർഷിപ്പ്.
and enrich knowledge. Impress the ട്രെയിനീസിനെ ഇംപ്രസ് ചെയ്യുക. ദെൻ റിഡ്യൂസ് നെഗറ്റിവിറ്റി, കാരണം ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകും ഈ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ദെൻ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ്. ദെൻ സെൽഫ് എസ്റ്റീം, ഗെയിൻ കോൺഫിഡൻസ്, ദെൻ ഗോൾ സെറ്റിംഗ്, മോട്ടിവേഷൻ, എംഫസിസ് ഓൺ സ്ട്രെസ് മാനേജ്മെന്റ്, എൻഹാൻസ് സൂപ്പർവൈസറി സ്കിൽ ഇല്ലാത്തവർക്ക് സൂപ്പർവൈസറി സ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ദെൻ ബിൽഡ് ഇന്റേണൽ കപ്പാസിറ്റി, ഇന്റേണലായിട്ട് സ്വന്തമായിട്ട് ആ ട്രെയിനർക്ക് ഇന്റേണലായിട്ട് കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. ദെൻ എക്സ്പ്രഷൻ കപ്പാസിറ്റി, വാല്യൂസ്, ദെൻ റിലേഷൻഷിപ്പ് വിത്ത് ഫ്ലോർ ലെവലായിട്ടുള്ള പീപ്പിളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള മറ്റ് ആൾക്കാരൊക്കെ ആയിട്ടുള്ള നല്ലൊരു കോർഡിനേഷൻ ഇല്ല എങ്കിൽ ട്രെയിനിങ് വിൽ നോട്ട് ബി എഫക്റ്റീവ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് ട്രെയിനേഴ്സിന് ട്രെയിനിങ് വേണം എന്ന് പറയുന്നത്. അപ്പം ടീം ബിൽഡിങ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക, അയാളുടെ നോളജ് എൻഹാൻസ് ചെയ്യുക, ദെൻ മറ്റ് ട്രെയിനീസിനൊക്കെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പം എനിവേ അത്തരത്തിലുള്ളൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഗോൾ സെറ്റ് ചെയ്യുക, മോട്ടിവേഷൻ, ഇന്റേണൽ കപ്പാസിറ്റി ഒക്കെ ബിൽഡ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ ട്രെയിനേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. So that's all for the class. Stay home, stay safe. Thank you.